ഇവർ വിവാഹിതരായി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഭവാനിയാണെങ്കിൽ ഭൂമിയുടെ കയ്യിൽ ആ കത്ത് കാണുന്നുണ്ട്, ആകപ്പാടെ ഭയക്കുന്നുണ്ട്. അത് അജയുടെ കിട്ടിക്കഴിഞ്ഞാൽ അച്യുതനെ ആരെയോ കൊന്നാണെന്ന് മനസ്സിലാവും. അതുപോലെ അച്യുതൻ അതിനെ ഭയന്നിരുന്നെന്ന് ആ കത്തിലൂടെ മനസ്സിലാവുമെന്ന് ഭവാനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ഒരു ഭയം തന്നെ ഭവാനിക്കുണ്ട്. അതിനുശേഷം ഭൂമിയാണെങ്കിൽ ശങ്കരൻ സാറിനെ കാണാൻ പോകുന്നുണ്ട്. കാര്യങ്ങളെല്ലാം സാറിനെ അവതരിപ്പിച്ച് എന്തെങ്കിലും ഈ കേസിന് വേണ്ടി എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി സാറിനെ കാണാൻ പോകാൻ ഒരുങ്ങിയാണ്. അപ്പോൾ ലക്ഷ്മി ചേച്ചിയെടുത്ത് പറയുന്നുണ്ട്, ഈ കത്ത് എന്തായാലും ഞാൻ ഇവിടെ വെക്കുന്നില്ല. ഇന്നലെ പോയിട്ട് അജയ് സാറിനെ കാണാൻ പറ്റിയില്ല. ഈ കത്ത് ഇവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ കയറി മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്നുള്ളൊരു ഭയമുണ്ട്. ആരോ ശത്രുക്കൾ എൻ്റെ പുറകെ തന്നെ ഉണ്ട്. അച്ഛനെ കൊന്ന ആ കൊലയാളി എൻ്റെ പുറകെ തന്നെ ഉണ്ടെന്ന് ഭൂമി ലക്ഷ്മി ചേച്ചിയെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി ചേച്ചിയും പറയുന്നുണ്ട്, അതാ നല്ലത് മോളെ, ഇവിടെ വെച്ചിട്ട് പോകണ്ട. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. മനുഷ്യരൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലല്ല എന്നൊക്കെ അവർ പറഞ്ഞ് അപ്പോഴത്തേക്ക് ഓട്ട വരുന്നുണ്ട്. ഈ സമയത്ത് ആ ഗുണ്ടയാണെങ്കിൽ നമ്മുടെ ഭൂമിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഭൂമി പോകുന്നത് അയാൾ കാണുന്നുണ്ട്. ആ കാര്യം നമ്മുടെ ഭവാനിയെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഭവാനി പറയുന്നുണ്ട്, അവളെ അങ്ങനെ വെറുതെ വിടല്, ആ കത്ത് ഉടനെ കിട്ടിയിരിക്കണം. അവൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ആ കത്ത് നമ്മുടെ കൈ കിട്ടിയിരിക്കണം എന്ന് ഭവാനിയാണെങ്കിൽ ആ ഗുണ്ടയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ഭൂമി പോകുന്നിടത്തെല്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങി ഗുണ്ട. എങ്ങനെയെങ്കിലും ആ കത്ത് സ്വന്തമാക്കണം, അതാണ് അയാളുടെ ലക്ഷ്യം. അങ്ങനെ ബസ്സിൽ കയറുമ്പോഴും ഓട്ടോയിൽ കയറുമ്പോഴും ഒക്കെ ഭൂമിയെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ആ ആളെ കാണുകയും ചെയ്യും, പക്ഷേ വ്യക്തമാവുന്നില്ല. ദൂരെ ഒരു ബൈക്കിൽ ഇരിക്കുന്നത് ഭൂമി കാണുകയും ചെയ്യുന്നുണ്ട്. ആരോ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഭൂമി നേരെ ശങ്കരൻ സാറിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അജയ് ആണെങ്കിൽ ഭൂമിയെ തിരക്കി പോയത് അഞ്ജനയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഭവാനിയെ അടുത്ത് അഞ്ജന പറയുന്നുണ്ട്, ഇവിടുത്തെ പ്രധാന വില്ലത്തി ആരാന്നറിയോ? ആ ഭൂമിയെ തിരക്കി ഇപ്പോൾ അജയ് പോയണ്ടോ? നേരം വെളുത്തതേ ഉള്ളൂ, എന്നെ കൊണ്ടാക്കി ഒരു ദിവസം എൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഒന്ന് കേക്ക് പോലും ചെയ്യാതെ നേരെ ഭൂമിയെ തിരക്കി പോയതാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ വില്ലത്തി, ഏറ്റവും വലിയ നമ്മുടെ ശത്രു ഭൂമിയാണെന്ന് അഞ്ജന പറയുകയാണ്. അപ്പം ഭവാനിക്ക് ഇതൊന്നുമല്ല ടെൻഷൻ, ആ കത്തുമായിട്ട് ഭൂമി നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ആ കത്ത് കിട്ടിയില്ലെങ്കിൽ അജയുടെ കിട്ടിക്കഴിഞ്ഞാൽ ഏതോ ഒരു കൊലയാളി പുറകിലുണ്ടെന്നും അജയ്ക്ക് മനസ്സിലാവും. അങ്ങനെ ആകപ്പാട് ടെൻഷനിലാണ് ഭവാനി. അപ്പം അഞ്ജനയാണെങ്കിൽ ഭൂമി തൻ്റെ അജയെ തട്ടിയെടുക്കുന്നുള്ള ഒരു തോന്നലിലും അഞ്ജന. അങ്ങനെ അജയ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഒരാൾ വരുന്നുണ്ട്, അനുപമ. അജയുടെ സഹോദരി അനുപമ വരുന്നുണ്ട്. അപ്പം അനുപമയാണെങ്കിൽ ഓടി വന്ന് അജയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പം അജയാണെങ്കിൽ അജയടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ വലിയ സന്തോഷമൊന്നും ഇല്ലേ? വിവാഹം എല്ലാവരും കൂടെ ഉറപ്പിക്കുകയാണല്ലോ അഞ്ജനയായിട്ട്, എന്താ സന്തോഷമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അജയ് പറയുന്നുണ്ട്, എനിക്കൊരു സന്തോഷമില്ല. അവളെ എനിക്ക് അങ്ങനെ കാണാനും പറ്റത്തില്ല, അവളെ കല്യാണം കഴിക്കാനും പറ്റത്തില്ല, എങ്ങനെയെങ്കിലും ഒഴിച്ച് വിടാൻ നോക്കിയിട്ട് പോകുന്നതുമില്ല എന്ന് അജയ് പറയുന്നുണ്ട്. അപ്പോൾ അനുപമ ചോദിക്കുന്നുണ്ട്, എൻ്റെ സഹായം വല്ല വേണോ? ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് പറത്താം എന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും വേണ്ടി വരും, നിൻ്റെ സഹായം വേണ്ടി വരും, അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതിയെന്ന് അജയ് പറയുന്നുണ്ട്. എന്തായാലും ചേട്ടൻ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വാ, ബാക്കി കാര്യം നമുക്ക് നോക്കാം, ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടല്ലോ എന്ന് അനുപമ പറയുന്നുണ്ട്. അങ്ങനെ അനുപമ വന്നത് ഭവാനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഭവാനിക്കറിയാം അനുപമയെടുത്ത് ഒരു നമ്പറിനും നടക്കത്തില്ല എന്ന് ഭവാനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അഞ്ജനയെടുത്ത് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, നമ്മളാരും വിചാരിക്കുന്ന പോലൊന്നുമല്ല അനുപമ, അവളാണെങ്കിൽ ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ്. അതുകൊണ്ട് അവളോട് അനുപമയെടുത്ത് സൂക്ഷിച്ച് വേണം പെരുമാറാനെന്ന് അഞ്ജനയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജനയ്ക്കാണെങ്കിൽ ആകപ്പാട് ടെൻഷനാവുന്നുണ്ട്. അനുപമ ഒരു സൈഡിൽ വന്നിരിക്കുന്നു, അജയ്ക്ക് തന്നെ ഇഷ്ടമല്ല, ഭൂമിയായി ഇഷ്ടം. അങ്ങനെ ആകപ്പാടെ ടെൻഷനിരിക്കുകയാണ് അഞ്ജന. ഭൂമിയാണെങ്കിൽ നേരെ ശങ്കരൻ സാറിൻ്റെ അടുത്ത് പോവുകയാണ്. തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നും തൻ്റെ പുറകിൽ ഏതോ ശത്രുക്കളുണ്ടെന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ ഭൂമി ഇരിക്കുകയാണ്.